കുട്ടികളുടെ മുന്നിൽ വെച്ച് വഴക്കിടാത്ത അച്ഛനമ്മമാർ ഉണ്ടാവില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് കുട്ടികളിലുണ്ടാക്കുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് കേട്ടോ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ, നിങ്ങളുടെ വീട്ടിൽ കുട്ടിയായിരുന്ന സമയത്ത് അച്ഛനും അമ്മയും അടിയുണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നോ നിങ്ങൾ ഉണ്ടായിരുന്നത്? ഒരിക്കലുമല്ല. നമുക്ക് അവരെക്കാൾ കൂടുതൽ സ്ട്രെസ്സും ഒക്കെ നമ്മൾ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം അല്ലേ? അപ്പോൾ അതുതന്നെയാണ് നമ്മളുടെ മക്കളും ഇന്ന് അനുഭവിക്കുന്നത്. നമ്മൾ ആ കുട്ടിക്ക് സന്തോഷം നിറഞ്ഞ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നൽകുന്നതെങ്കിൽ അത് അവൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ പോസിറ്റീവായി തന്നെ ബാധിക്കും. അവൻ ചെയ്യുന്ന ആക്ടിവിറ്റി ആയിക്കോട്ടെ, അവൻ്റെ കൂട്ടുകെട്ടുകളായിക്കോട്ടെ, എല്ലാം അവൻ പോസിറ്റീവായി തന്നെ കിട്ടും. കൂടാതെ അവരവരുടെ കൂടെ നിൽക്കുന്ന പങ്കാളി ആയിക്കോട്ടെ, അവരുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരോടൊക്കെയും പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും ബിഹേവ് ചെയ്യുക. അല്ലെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ എങ്ങനെയാണോ കാണിക്കുന്നത് അത് തന്നെയായിരിക്കും റെപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ചില അച്ഛനും അമ്മയുണ്ട് കേട്ടോ, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അടിയും വഴക്കും ഒക്കെ. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് നമ്മുടെ വീട്ടിലെങ്കിൽ ഏത് കുട്ടിയാണ് അവൻ്റെ പ്രശ്നം നമ്മളോട് പറയാൻ തയ്യാറാവുക? ഒരിക്കലും ഇല്ല കേട്ടോ. ഒരിക്കലും അവരവരുടെ പ്രശ്നങ്ങൾ മാതാപിതാക്കളോട് ഷെയർ ചെയ്യില്ല, അത് തീർച്ചയാണ്. അപ്പോൾ നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു ജനറേഷൻ, നിങ്ങൾക്ക് അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അതിനടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ബാധിക്കപ്പെടുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അതിൽ നമ്മളൊരു ചെറിയ വീഴ്ച വരുത്തുമ്പോൾ അത് ബാധിക്കുന്നത് എത്ര ആൾക്കാരെയാണെന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മളുടെ കുട്ടിയെങ്കിലും വളരെ സന്തോഷത്തിൽ ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? അവന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, എന്തോരം സാധനങ്ങളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അതിൽ കുറച്ച് കാശ് കൊടുക്കാതെ വാങ്ങിക്കുന്ന ഒരു സാധനമാണ് അവന് സന്തോഷം നിറഞ്ഞൊരു അന്തരീക്ഷം ഒരുക്കുക എന്ന് പറയുന്നത്. അത് ചെയ്യണേ.